ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇഫ്താറിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചെറുപഴം 3 എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പഴം 3 ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഹോർലിക്സിൻ്റെ ഇതുപോലത്തെ 2 പാക്കറ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ ഉള്ളിലൊക്കെ വരും. അപ്പോൾ ഇത് 2 പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ ഹോർലിക്സിൻ്റെ മധുരമുള്ള കാരണം ഞാൻ പഞ്ചസാര സെപ്പറേറ്റ് ഇവിടെ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ള 12 ബദാം തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ വനില എസൻസും, പിന്നെ ഇതുപോലെ ബദാമിൻ്റെ എസൻസ് 3-4 ഡ്രോപ്പ് ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം ആക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റില്ല നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ഇങ്ങനെ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്